നമസ്കാരം. പൈത്തൺ പ്രോഗ്രാമിംഗിലേക്ക് പഠിതാക്കൾക്ക് സ്വാഗതം. ഞാൻ ഈ ഗുരു. ആദ്യമായി നമ്മൾ നോക്കുന്നത് പൈത്തൺ ലാംഗ്വേജിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. ഗോഡിയോ വാൻ റോസ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ 1989 നിർമ്മിച്ച ഒരു ലാംഗ്വേജാണ് പൈത്തൺ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട TV ഷോകളിലൊന്നായ മോണ്ടി പൈത്തോൺസ് ഫ്ലൈയിങ് സർക്കസ് എന്ന് പറഞ്ഞ TV ഷോയിൻ്റെ പേരിൽ നിന്നാണ് ഈ പൈത്തൺ എന്നുള്ള പേര് അദ്ദേഹം ചൂസ് ചെയ്യുന്നത്. പൈത്തണ് പല പല വേർഷനുകളിൽ ഇറങ്ങി. ഏറ്റവും പുതിയ പതിപ്പായി 3 സീരീസുകളാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 8 വരെയുള്ള സീരീസുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഗൂഗിൾ, ഡ്രോപ്പ് ബോക്സ്, കോറ, സിസ്കോ, മോസിലോ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഇപ്പോൾ പൈത്തൺ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡായിട്ട് പോലും ഇപ്പോൾ ഈ 2020 പൈത്തൺ ആണ് കാണപ്പെടുന്നത്. മെഷീൻ ലേണിങ്ങിനും ഡീപ്പ് ലേണിങ്ങിനും ഉൾപ്പെടെ വിവിധങ്ങളായ മേഖലകളിൽ ഈ പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനു മുമ്പിറങ്ങിയ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും ഐഡിയാസ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്ത് ടഫ്നെസ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ സംശീകരിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇപ്പം നിലവിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. അടുത്തത് പൈത്തണിൻ്റെ ഫീച്ചേഴ്സ്. നമുക്ക് ആദ്യം ജസ്റ്റ് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് വഴി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്, ഈസി ടു ലേൺ ആൻഡ് യൂസ്, ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ്, large standard library, platform independent, GUI programming, large community support, integrated. എന്താണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ? നമുക്ക് അത് വില കൊടുക്കാതെ തന്നെ വാങ്ങി അത് ഉപയോഗിക്കാം അതിൻ്റെ അർത്ഥം വെറുതെ തരുന്നു അല്ലെ വെറുതെ ലഭിക്കുന്നു എന്നതിനർത്ഥം അത് യൂസ്ലെസ് ആയ ഒരു സാധനമാണ് എന്നല്ല. അത് നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രീ ലാംഗ്വേജ്, ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കുറേ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഷെയർ ചെയ്ത് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നമുക്കത് ഫ്രീ ആയിട്ട് ലഭ്യമാണ്. നെക്സ്റ്റ് വേർഡാണ് ഓപ്പൺ സോഴ്സ്. വാട്ട് യു മീൻ ബൈ സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് എഴുതിയുണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് കോഡുകൾ നമുക്ക് ലഭ്യമാണ്. അത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഡൗൺലോഡ് ചെയ്യുകയോ അതിനുശേഷം നമുക്ക് ഇഷ്ടാനുസരണം മോഡിഫിക്കേഷൻ നടത്താനോ അതിൽ നിന്നും പഠിക്കാനോ ഒക്കെയുള്ള നമുക്ക് സൗകര്യം കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. അതിനും ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അടുത്തത് നമ്മുടെ ഓരോരുത്തരുടെയും ലേണിംഗ് പാത്ത് അനുസരിച്ചാണ്. ഈസി ടു ലേൺ ആൻഡ് യൂസ്. അത് മറ്റ് കഠിനമായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റോട് ഉപയോഗിക്കുന്നത്. എന്താണ്? ഈസി ടു ലേൺ ആൻഡ് യൂസ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്ത് അത് ബൈനറി ഇൻസ്ട്രക്ഷൻസ് ആക്കി മാറ്റിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയുള്ളൂ. ആ ട്രാൻസ്ലേഷൻ നടത്താൻ വേണ്ടി 2 രീതിയിലുള്ള മാർഗങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാണ് കമ്പൈലറും മറ്റേതാണ് ഇന്റർപ്രറ്ററും. ഒരു പ്രോഗ്രാമിനകത്തുള്ള ലൈനുകൾ 10 ലൈൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ലൈനുകൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നിർവഹിക്കുന്നതിനെയാണ് ഇന്റർപ്രറ്റർ അല്ലെ ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജസ് എന്ന് അറിയും. അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഇന്റർപ്രറ്റർ. ഫുൾ പ്രോഗ്രാം റീഡ് ചെയ്ത് ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്പിലൂടെ അത് റീഡ് ചെയ്ത് അതിനകത്ത് തെറ്റുകളും മിസ്റ്റേക്സും ഒക്കെ കണ്ടുപിടിച്ച് തിരുത്താൻ ശ്രമിച്ച് അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുന്നതിനെയാണ് കമ്പൈലർ എന്ന് പറയുന്നത്. അതായത് നമുക്ക്
പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് വേണ്ടി ഇന്റർപ്രറ്റർ ഉപയോഗിക്കാറുണ്ട്, കമ്പൈലർ ഉപയോഗിക്കാറുണ്ട്. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയ പൈത്തൺ ഉപയോഗിക്കുന്നത് എന്താണ്? ഇന്റർപ്രറ്റഡ് ആണ്. ഇന്റർപ്രറ്റർ ഉപയോഗിച്ചാണ് അത് ട്രാൻസ്ലേഷൻ നടത്തുന്നത്. അതുകൊണ്ട് എന്ത് തന്നെയാണ്? ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷൻ ആണ് നടത്തുന്നത്. അടുത്തതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചർ ഉണ്ടെന്ന് പറയുന്നത്. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും അവൈലബിൾ ആണ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് വരും ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നാൽ അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പോവാം. നമുക്ക് ഒബ്ജക്ട്സ് ഇട്ട് ഉണ്ടാക്കാം, ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ക്ലാസ്സസ് ഉപയോഗിക്കാം. അതിനകത്ത് പോളിമോർഫിസം കൺസെപ്റ്റ് ഉണ്ട്, ഇൻഹെറിറ്റൻസ് കൺസെപ്റ്റ് ഉണ്ട്, എൻക്യാപ്സുലേഷൻ നടന്നുള്ള മെത്തേഡ്സ് ഉണ്ട്, ഡാറ്റ എൻക്യാപ്സുലേഷൻ ടെക്നിക്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചർ ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാം. ആ ഫീച്ചർ ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത് പൈത്തൺ. ഇനി ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറിയുടെ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നുള്ളതാണ് അടുത്തത്. നമുക്കറിയാം ലൈബ്രറി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരങ്ങളുടെ ഒരു ശേഖരം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തിനെ നമ്മൾ ലൈബ്രറി എന്ന് പറയും. നമ്മൾ സാധാരണ ലൈബ്രറി പോയി ബുക്സ് ഒക്കെ എടുത്ത് റെഫറൻസിനൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് ചെയ്യുന്നതിന് കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നതിനൊപ്പം തന്നെ ആരെങ്കിലും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള ലൈബ്രറി റൂട്ടീൻസ് നമ്മളുടെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ലൈബ്രറി റൂട്ടീൻസിനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പാർട്ടായി ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്ത് പല കോംപ്ലക്സ് പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ ഈ ലൈബ്രറിയുടെ ഹെൽപ്പ് സ്വീകരിക്കാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് മാർക്കറ്റ് അവൈലബിൾ ആണ്. അതിന് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ചിലത് വിൻഡോസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ചിലത് iOSൻ്റെ ആപ്പിളിൻ്റെ OS ആയ iOSൽ ആപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ചിലത് ലിനക്സിൽ വർക്ക് ചെയ്യും, ചിലത് യുനെക്സിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അന്നേരം എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും കോമൺ ആയിട്ട് അല്ലെങ്കിൽ എല്ലാത്തിലും അതിൻ്റെ ഇന്റർപ്രറ്റർ അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. പൈത്തൺ ആ ഫെസിലിറ്റി ഉണ്ട്. അടുത്ത എന്താണ്? GUI പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി. എന്താണ് GUI? സ്റ്റാൻഡ്സ് ഫോർ ഗ്രാഫിക് യൂസർ ഇന്റർഫേസ്. അന്നേരം ടെക്സ്റ്റ് മോഡ് ഇന്റർഫേസും ഉണ്ട്, ഗ്രാഫിക് യൂസർ ഇന്റർഫേസും ഉണ്ട്. ഇപ്പം നമ്മൾ വ്യാപകമായി ഉപയോഗിച്ച് വരുന്നത് ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് സ്ക്രീനുകളാണ്. അന്നേരം നമ്മൾ ഉപയോഗിക്കുന്ന മൗസ് കാണുക, കളർഫുൾ ആയിട്ട് സ്ക്രീൻ കാണുക, വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് കാണുക, ഇതെല്ലാം എന്താണ്? നമുക്ക് ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് സ്ക്രീനുകളാണ്. ആദ്യകാലങ്ങളിൽ എഴുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഫീച്ചറുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഇറങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഈ ഫീച്ചറുകൾ വളരെ കുറവായിരുന്നു. പൈത്തണ് ഈ GUI ഫീച്ചർ അവൈലബിൾ ആണ്. അടുത്തെന്താണ്? ലാർജ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ആദ്യം തന്നെ പറഞ്ഞു ഒരു ഓപ്പൺ സോഴ്സ് ശൃംഖലയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ആണ് എന്ന് പറയുന്നത് പൈത്തൺ. അതുകൊണ്ട് തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി വേൾഡ് വൈഡ് ആയിട്ട് പ്രവർത്തിക്കുകയും അവർ നിരന്തരം അപ്ഡേഷൻസ് നടത്തുകയും മോഡിഫിക്കേഷൻസ് തരികയൊക്കെ ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ നമുക്ക് ലാർജ് സെറ്റ് ഓഫ് ലൈബ്രറി റൂട്ടീൻസും കാര്യങ്ങളും അവൈലബിൾ തരുന്ന ഒരു വലിയ ശൃംഖലയുടെ ഹെൽപ്പ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് പൈത്തൺ വീണ്ടും വീണ്ടും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതും പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നതും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, മറ്റ് പല സോഫ്റ്റ്വെയറുമായിട്ടും പ്ലഗ് ചെയ്ത് അതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഏതിനെ യൂസ് ചെയ്യാൻ പറ്റും? പൈത്തണിനെ യൂസ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ കോമൺ ഫീച്ചേഴ്സ്. അന്നേരം ഈ പല പല ഫീച്ചറുകളും അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ ഫീച്ചറുകളും നമ്മൾ വരും ക്ലാസ്സുകളിൽ വരും സെഷനുകളിൽ പ്രോഗ്രാമിൻ്റെ പാർട്ടായി ഉപയോഗിക്കുകയും അന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇനി എങ്ങനെയൊക്കെ നമുക്കൊരു പൈത്തൺ പ്രോഗ്രാമിനെ റൺ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളുണ്ട്? വിവിധങ്ങളായ മോഡുകളിൽ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിനെ റൺ ചെയ്ത് നോക്കാം. ആദ്യത്തെ ഒരെണ്ണമാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. എന്താണ്? ഇന്ററാക്റ്റീവ് മോഡ്. ഇന്ററാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ കമ്പ്യൂട്ടർ നമ്മളോട് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇതൊരു ഇന്റർപ്രറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലൈൻ ടൈപ്പ് ചെയ്ത് തീർന്നാൽ അപ്പം തന്നെ റിസൾട്ട് കാണാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് എന്തെങ്കിലും ഉത്തരങ്ങൾ കാണണമെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡാണ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് മോഡ്. ഇന്ററാക്റ്റീവ് മോഡിൽ നിന്നാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നത്. ഓക്കെ, റൺ കമാൻഡ് ലൈൻ ആൻഡ് ടൈപ്പ് പൈത്തൺ.
എന്താണ് കമാൻഡും കമാൻഡ് ലൈൻ എന്നൊക്കെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് GUI ഫെസിലിറ്റി ഇല്ലാതെ കിട്ടുന്ന ഡോസ് പ്രോംപ്റ്റോ അല്ലെ ലിനക്സ് പ്രോംപ്റ്റോ ഒക്കെ പോലുള്ള സ്ഥലങ്ങളിലാണ് കമാൻഡ് ലൈൻ അല്ലെ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പൈത്തൺ ടൈപ്പ് ചെയ്താൽ നമുക്ക് പൈത്തൺ സോഫ്റ്റ്വെയറിന്റെ പ്രോംപ്റ്റ് ആയ 3 ഗ്രേറ്റർ ദാൻ സിമ്പൽ ഉള്ള ആരോ കിട്ടും. അതാണ് പൈത്തണിന്റെ പ്രോംപ്റ്റ് നമുക്ക് കിട്ടി നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ നമുക്ക് പൈത്തൺ മനസ്സിലാക്കുന്ന കമാൻഡ്സ് കൊടുത്താൽ അത് നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കാണാൻ പറ്റും. ഈ മോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്ററാക്റ്റീവ് മോഡ് എന്ന് പറയുന്നത്. അടുത്ത ഒരു മോഡാണ് സ്ക്രിപ്റ്റ് മോഡ്. അത് തന്നെ പറഞ്ഞു, പൈത്തോൺ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതിനാൽ സ്ക്രിപ്റ്റ് മോഡിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയാൻ സാധാരണ ഇംഗ്ലീഷ് ആൽഫബറ്റ് പറ്റുന്ന കൺട്രോൾ സ്ട്രക്ചേഴ്സും കൺട്രോൾ കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കൺട്രോൾ കീസിന്റെ ഒന്നും ഹെൽപ്പില്ല സാധാരണ ടൈപ്പ് ചെയ്യപ്പെടുന്ന, എക്സാമ്പിളായിട്ട് ലിനക്സ് ഉപയോഗിക്കുന്ന ജി എഡിറ്റോ വിൻഡോസിൽ ഉപയോഗിക്കുന്ന നോട്ട് പാഡോ പോലുള്ള എഡിറ്ററുകളിൽ നമ്മൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ് ആയ സ്ക്രിപ്റ്റ് ലൈൻസ് ടൈപ്പ് ചെയ്ത് അതിനെ ഫയൽ സേവ് ചെയ്യുമ്പം .py എല്ലാ ഫയലുകൾക്കും ഒരു ഫയൽ നെയിം പാർട്ടുമുണ്ട്, എക്സ്റ്റൻഷൻ പാർട്ടുമുണ്ട്. അങ്ങനെ പൈത്തൺ പ്രോഗ്രാമിന്റെ ഫയലായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻ കമ്പൽസറി ആയിട്ട് എന്തായിരിക്കണം? .py. അങ്ങനെ ഒരു ഫയൽ സ്റ്റോർ ചെയ്തതിനു ശേഷം ആ ഫയൽ നമ്മൾ കമാൻഡ് ലൈനിൽ നിന്നുകൊണ്ട് ആ ഫയലിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നേരത്തെ ഇന്ററാക്റ്റീവുകളിൽ നമ്മൾ നേരിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഫയലിലെ കണ്ടന്റിനെ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ എന്ത് കൊടുക്കണം? കമാൻഡ് ലൈനിൽ നിന്നുകൊണ്ട് പൈത്തൺ സ്പേസ് ഇട്ടിട്ട് ഫയൽ നെയിം .py. എക്സാമ്പിളായിട്ട് നമ്മുടെ ഫയലിന്റെ പേര് ഫസ്റ്റ് എന്നാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? പൈത്തൺ ഫസ്റ്റ് നെയിം .py എന്ന് കൊടുക്കുമ്പം നമ്മൾ പ്രോഗ്രാം എഴുതിയേക്കുന്ന പ്രോഗ്രാമിനകത്ത് പ്രത്യേകിച്ച് മിസ്റ്റേക്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരികയും നമ്മൾ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് തിരുത്തി ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് ലൈൻ ബൈ ലൈൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും എല്ലാ ലൈനുകളും എറർ ഫ്രീ ആയി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും. അന്നേരം അങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അന്നേരം നമ്മൾ പ്രോംപ്റ്റ് നിന്നുകൊണ്ട് എന്ത് കൊടുക്കുക? പൈത്തൺ ഫയൽ നെയിം .py കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് ദ പ്രോഗ്രാം ഈസ് എറർ ഫ്രീ ഇറ്റ് പ്രൊഡ്യൂസ് ദ റിസൾട്ട്. ഓക്കെ, അപ്പൊ 2 മോഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ഇന്ററാക്റ്റീവ് മോഡും അടുത്ത എന്താണ്? സ്ക്രിപ്റ്റ് മോഡും. അടുത്തതായി നമ്മൾ നോക്കുന്ന IDE ആണ്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഇവിടെയും പ്രോഗ്രാം ടൈപ്പ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, അതൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇതിന് നമുക്ക് ടോട്ടാലിറ്റിയിൽ ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഒരു എൻവയോൺമെന്റ് തരികയാണ്. ഓക്കെ, ആ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും അല്ല ഇന്റർപ്രറ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും റൺ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ടോട്ടൽ ഇന്റഗ്രേറ്റഡ് എൻവയോൺമെന്റിനെയാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. അതിന് പോപ്പുലർ ആയിട്ടുള്ള കുറേ IDEസിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. IDLE, സബ്ലൈം, പൈച്ചാം, ആറ്റം, സ്പൈഡർ, എക്ലിപ്സ്, സോ ആൻഡ് സോ. ഇത് നമ്മൾ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന എഡിറ്റർ IDE എൻവയോൺമെന്റ് അത് ലോഡ് ചെയ്യുക, അതിനകത്തൊരു ഫയൽ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ബിൽഡിന് ട്രൈ ചെയ്യുക. ബിൽഡ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരും. ആ ഇന്റർകോഡ് എൻവയോൺമെന്റ് തന്നെ കാണിച്ചു തരും. അത് നമുക്ക് എററുകൾ തിരുത്തുക, എററുകൾ തിരുത്തിയിട്ട് വീണ്ടും ഫയലിൽ നമ്മൾ ഒരിക്കൽ കൂടെ സേവ് ചെയ്യുക, എന്നിട്ട് ട്രൈ ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാം ഫ്രം വിത്തിൻ ദ IDE. ചില IDEകളിൽ അവിടെ തന്നെ നമുക്ക് സൈഡിൽ തന്നെ റിസൾട്ട് കാണാനുള്ള ഫീച്ചറുകളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എളുപ്പവും നമുക്ക് എൻവയോൺമെന്റ് ആയിരിക്കും റിച്ച് ഫെമിലിയർ. അതുകൊണ്ട് തന്നെ നമുക്ക് എററുകൾ ഉണ്ടാവാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കീവേഡ്സ് വരികയും അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരികയും അങ്ങനെയുള്ള കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോട്ടൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ IDE ഉപയോഗിക്കുക എന്ന് പറയുന്നത്. IDEയിലും സ്ക്രിപ്റ്റ് മോഡിലും പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ഒരേ രീതിയിലുള്ള പ്രോഗ്രാം ടൈപ്പ് ചെയ്യണം. സ്ക്രിപ്റ്റ് മോഡിലാണെങ്കിൽ നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോംപ്റ്റിൽ പോയി പൈത്തൺ എന്ന് വിളിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു കോമൺ എൻവയോൺമെന്റിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതാണ്. അതായത് നമുക്ക് 3 മോഡുകൾ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ആദ്യം പഠിച്ചത് എന്താണ്? ഇന്റർപ്രറ്റർ മോഡ്, അടുത്ത എന്താണ്? സ്ക്രിപ്റ്റ് മോഡ്, അടുത്തത് IDE മോഡ്. ഓക്കെ, അന്നേരം ഞാൻ നേരത്തെ പ്രതിപാദിച്ച കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും വരുന്നത്. എന്താണ്? പൈത്തോൺ ഇന്റർപ്രറ്റേഴ്സ്. Interpreter is a type of computer program that directly execute the instructions written in some programming language
or scripting language. ഓക്കെ, അന്നേരം ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇന്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അന്നേരം ഇനി ഇവിടെ അതിന് യൂസ് ചെയ്യുന്ന ചില കോമൺ ഇന്റർപ്രറ്റേഴ്സിന്റെ പേരാണ് ഞാൻ ഇവിടെ ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത്. ഒന്ന് സി പൈത്തൺ. ഈ സി പൈത്തൺ എന്ന് പറയുന്ന ഇന്റർപ്രറ്റർ എഴുതി ഉണ്ടാക്കാൻ വേണ്ടി വി നീഡ് ദ ഹെൽപ്പ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിനുപയോഗിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? വളരെ പോപ്പുലർ ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഏത് ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്? സി പൈത്തൺ എന്ന് പറയുന്ന ഇന്റർപ്രറ്റർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് എ ഇന്റർപ്രറ്റർ സോഫ്റ്റ്വെയർ. ഓക്കെ, അതുകൊണ്ടാണ് ആ പേരെങ്ങനെ വന്ന. അത് ജൈത്താൻ, അത് ഇതിലുണ്ടാക്കിയാണ്. ജാവ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതിയുണ്ടാക്കിയാണ് ജൈത്താൻ. അടുത്ത പൈ. ഇനി അതാണ് ഏറ്റവും രസം. എന്താണ്? പൈത്തൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് തന്നെയാണ് എന്തുണ്ടാക്കിയേക്കുന്നത്? പൈത്തണിന്റെ ഇന്റർപ്രറ്റർ ഉണ്ടാക്കിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടായതിനു ശേഷമാണ് എന്തുണ്ടായത് നമുക്ക് ഉറപ്പിക്കാം? പൈ ഉണ്ടായത്. ഓക്കെ, മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സൃഷ്ടിക്കുന്നു, അത് നമുക്ക് മനസ്സിലാക്കണം എന്തും വേണ്ടി പവർഫുൾ ആയ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പോലും അതുകൊണ്ട് തന്നെ നിർമ്മിക്കാം. അന്നേരം പൈ എന്ന് പറയുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതാണ്. അടുത്ത അയൺ പൈത്തൺ. അതെന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റുകാരുടെ പ്രോഗ്രാമിംഗ് സീരീസിലുള്ള ഡോട്ട്നെറ്റ് സീരീസിലുള്ള ആ ഡോട്ട്നെറ്റിനകത്ത് വെച്ച് ഫ്രെയിംവർക്ക് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇന്റർപ്രറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ഐതൺ. ദീസ് ആർ ദ സം പോപ്പുലർ ഇന്റർപ്രറ്റേഴ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, അടുത്തത് നമ്മൾ റിസർവ്ഡ് വേർഡ്സ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിർമ്മിക്കപ്പെട്ടവർ നമുക്ക് ഓരോ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ തന്നിട്ടുള്ള വേർഡുകളെയാണ് എന്തെന്ന് പറയുന്നത്? റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയുന്നത്. ഈ ഓരോ വേർഡുകൾക്കും മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ഓരോ അർത്ഥങ്ങളും ഓരോ പർപ്പസും ഉണ്ടാവും. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂ, എലിഫ്, ഇമ്പോർട്ട്, ട്രൂ, ഈഫ്. ദീസ് ആർ സം റിസർവ് വേർഡ്സ്. ഇങ്ങനെ ഒരുപാട് റിസർവ് വേർഡ്സ് ഉണ്ട്. ഈ ഓരോ റിസർവ് വേർഡ്സും പ്രോപ്പർ വേയിലായിരിക്കണമെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ യൂസേജ് ഉണ്ടാവും. ആ യൂസേജ് തെറ്റിക്കാതെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓരോ റിസർവ് വേർഡ്സും എങ്ങനെ ഉപയോഗിക്കണം, റിസർവ് വേർഡ്സിന്റെ ഉപയോഗത്തിൽ തെറ്റ് വരുത്തിയാലാണ് എന്തുണ്ടാകും? പ്രോഗ്രാമിൽ മിസ്റ്റേക്സ് ഉണ്ടാകും. അതിനും പ്രോഗ്രാമിങ്ങിൽ ഓരോ റിസർവ് വേർഡ്സും എങ്ങനെ ഉപയോഗിക്കണം, അതിനാണ് നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സിൻടാക്സ് പഠിക്കുക എന്നുള്ളത്. സിൻടാക്സ് പഠിക്കുക, അങ്ങനെ ഉണ്ടാകും. സിൻടാക്സിൽ തെറ്റില്ലാതെ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാനാണ് നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ട് യഥാർത്ഥത്തിൽ തെറ്റില്ലാതെ റിസർവ് വേർഡ്സ് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് മാത്രമേ ഇന്റർപ്രറ്റർ അതിനെ പ്രോപ്പറായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ക്ലിയർ? അടുത്ത ഐഡന്റിഫയേഴ്സ്, അല്ലെങ്കിൽ താഴെ തന്നെ എഴുതിയിട്ടുണ്ട് എന്താണ്? യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. നേരത്തെ നമ്മൾ റിസർവ് വേർഡ്സ് പറഞ്ഞു, അത് നമുക്ക് കമ്പൈലർ ഇന്റർപ്രറ്റർ നമുക്ക് തരുന്ന വേർഡുകളാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പാർട്ടായിട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത്. അതാണ് പറഞ്ഞേക്കുന്നത്. പ്രീ ഡിഫൈൻഡ് മീനിങ് ഇല്ല, എന്നാൽ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാനും പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അതിന് ചില റൂൾസ് ഒക്കെ ഉണ്ടാവും, ഓരോന്നും ഓരോ ടൈപ്പ് ഐഡന്റിഫയേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അതിനും ആ ടൈപ്പ് വിവിധങ്ങളായ ഐഡന്റിഫയേഴ്സ് ആണ്. വേരിയബിൾ നെയിംസ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് നെയിംസ്, ഫംഗ്ഷൻ നെയിംസ്. അങ്ങനെ വേരിയബിൾ നെയിംസ് എങ്ങനെ ഉണ്ടാക്കാം, കോൺസ്റ്റന്റ് നെയിംസ് എങ്ങനെ ഉണ്ടാക്കാം, ഫംഗ്ഷൻ നെയിംസ് എങ്ങനെ ഉണ്ടാക്കാം, ഇതും നമ്മൾ പഠിക്കണം. അതിനും റിസർവ് വേർഡ്സിന് പ്രീ ഡിഫൈൻഡ് മീനിങ് ഉണ്ട്, അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്ന പഠിക്കണം. ഇനി സ്വന്തമായി നമ്മൾ നമ്മുടെ പർപ്പസിന് ഉപയോഗിക്കുന്ന വേർഡ്സ് അതിന് പ്രീ ഡിഫൈൻഡ് മീനിങ്സ് ഇല്ല, പക്ഷേ അത് നമ്മൾ എന്ത് പർപ്പസിന് ഉപയോഗിക്കുന്ന, എന്തൊക്കെ രീതിയിൽ നമുക്കത് എഴുതി ഉണ്ടാക്കാം, അത് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഓരോന്നും ഡിക്ലെയർ ചെയ്യുമ്പോൾ പറയണം, അതും നമുക്ക് മനസ്സിലാക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ. നമ്മൾ എന്താണ് ഡാറ്റ? കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ ഫീഡ് ചെയ്യപ്പെടുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? ഡാറ്റ എന്ന് പറയും. ഈ ഡാറ്റയൊക്കെ പ്രോസസ്സ് ചെയ്ത് വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അങ്ങനെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കുന്നത്. അതിനും ഇന്നത്തെ ഡാറ്റയെ രണ്ട് മെയിൻ രീതിയിൽ വേർതിരിക്കാം നമുക്ക്. ഒന്നിനെ നമുക്ക് കോൺസ്റ്റന്റ് എന്നും ഒന്നിനെ വേരിയബിൾ എന്നും അറിയപ്പെടാം. പേര് കൊണ്ട് തന്നെ
മനസ്സിലാവും. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ മാറ്റം ഉണ്ടാവാത്തതിനെ നമ്മൾ കോൺസ്റ്റന്റ് എന്നും, പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതിനെ നമ്മൾ എന്തെന്നും പറയും? വേരിയബിൾസ് എന്നും പറയും. പിന്നെ കോൺസ്റ്റന്റ്സ് ഉണ്ട്, വേരിയബിൾസും ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരും സെഷനുകളിൽ നോക്കാം. ഇനി അടുത്തത് ഡാറ്റ ടൈപ്സ്. ഡാറ്റ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കി, കഴിഞ്ഞ സ്ലൈഡിൽ നോക്കി. അതിനും അവിടെ കോൺസ്റ്റന്റ്സും ഉണ്ട്, വേരിയബിൾസും ഉണ്ട്. ഇതിനെ വേറെ രീതി തിരിക്കുന്നതാണ് അതിൻ്റെ ടൈപ്പിനനുസരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കാം, ന്യൂമറിക്. ന്യൂമറിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പുകൾ INT, ഫ്ലോട്ട്, കോംപ്ലക്സ്. ഡെസിമൽ പോയിന്റ് ഇല്ലാത്തതിനെ നമ്മൾ എന്തെന്ന് പറയും? INT എന്ന് പറയും. ഡെസിമൽ പോയിന്റ് ഒക്കെ ഉപയോഗിച്ച് നോക്കുന്ന നമ്പറുകളെ നമ്മൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞ് തിരിക്കാം. അടുത്ത കോംപ്ലക്സ്, മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർ മാത്തമാറ്റിക് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്തൊക്കെ അല്ലെങ്കിൽ അങ്ങനെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനകത്തൊക്കെ വരുന്നതാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങനെയുള്ള വിവിധ ടൈപ്പ് ഉണ്ട്. ഇൻറ്റിജർ നമ്പേഴ്സ് ഉണ്ട്, ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. ഇനി അടുത്തയാണ് ടെക്സ്റ്റ്. നമ്മൾ കീബോർഡ് വഴി ടൈപ്പ് ചെയ്യുന്ന എന്ത് ക്യാരക്ടർ, എന്ത് ഡിജിറ്റൽ, അതിനെ നമ്മൾ എന്തായിട്ട് പറയും? ടെക്സ്റ്റ് ടൈപ്പ് ഡാറ്റ എന്ന് പറയും. അതിന് ഇതിനകത്ത് ഉപയോഗിക്കുന്ന റിസർവ് വേർഡാണ് എന്തെന്ന് പറയുന്നത്? STR. STR ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെ അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടാക്കുക, അങ്ങനെ ഒരു കോൺസ്റ്റന്റ് പറയുകയാണെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യും? ടെക്സ്റ്റൽ ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ബൂളിയൻ ടൈപ്പ്. അതിനുപയോഗിക്കുന്ന കീവേഡാണ് ബൂൾ. അതിനകത്ത് രണ്ട് ടൈപ്പേ വരുള്ളൂ. ഒന്നേ ഒരു ട്രൂ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫാൾസ് വാല്യൂ. ഇപ്പോൾ ഒരാൾ പരീക്ഷയ്ക്ക് പാസ്സായോ അല്ലെങ്കിൽ ഫെയിലായി, രണ്ടവസ്ഥകളേ ഉള്ളൂ. ഒന്നേ ട്രൂ കണ്ടീഷൻ അല്ലെ ഫാൾസ് കണ്ടീഷൻ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ ബൂളിയൻ ഡാറ്റ ടൈപ്പ്. അതിന് ഉപയോഗിക്കുന്ന റിസർവ് വേർഡാണ് ബൂൾ. അടുത്ത സീക്വൻസ്. ഒന്നിൽ കൂടുതൽ ഒരുമിച്ച് ഒരേ സീക്വൻസ് ഓഫ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2-3 ഡാറ്റ ടൈപ്പുകളുണ്ട്. അതിനുള്ള കീവേഡ്സ് ആണ് ലിസ്റ്റ്, ടപ്പിൾ, റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം 5 കുട്ടികളുടെ പേര് സ്റ്റോർ ചെയ്യണം. അതിന് നമുക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ. അത് പിന്നെ 6ാമത് ഒരാളെ ആഡ് ചെയ്യണം. അതൊക്കെ ഏത് ടൈപ്പിൽ പോസിബിൾ ആണ്? ലിസ്റ്റ് ടൈപ്പ് സീക്വൻസ് ഡാറ്റ ടൈപ്പിൽ പോസിബിൾ ആണ്. ഇതേപോലെ തന്നെ കുറച്ച് എൻട്രീസ്, 5 കുട്ടികളുടെ പേര്, അല്ല 5 ഐറ്റത്തിൻ്റെ പേര്, അല്ല 5 വണ്ടി ടൈപ്പിൻ്റെ പേര്, ഇങ്ങനെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ എന്ത് ഉപയോഗിക്കാം? ടപ്പിൾ ഉപയോഗിക്കാം. ലിസ്റ്റും ടപ്പിളും ഏകദേശം സിമിലറായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ആണെങ്കിലും ഒരിക്കൽ ടപ്പിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ മോഡിഫിക്കേഷൻസ് പോസിബിൾ അല്ല. ലിസ്റ്റിലാണെങ്കിൽ എന്താണ്? അത് പോസിബിൾ ആണ്. ഇനി അടുത്ത പറഞ്ഞാൽ റേഞ്ച്. നമുക്ക് പറയില്ലേ ഒരു റേഞ്ച് 0 to 6 അല്ലെ 0 to 5 ഇങ്ങനെയൊക്കെയുള്ള റേഞ്ച് ടൈപ്പ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? സീക്വൻസ് ഉപയോഗിക്കുന്നത്. അടുത്ത മാപ്പിംഗ് ടൈപ്പ്. അതിനാണ് ഡിക്ഷണറി അല്ലെ ഡിക്റ്റ് എന്നുള്ള കീവേഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഡിക്ഷണറി. ഇപ്പോൾ എക്സാമ്പിൾ ഡിക്ഷണറിയിലേക്ക് നിങ്ങൾക്ക് അറിയാം, ഒരു വേർഡ് തരുന്നു, അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുന്നുണ്ട്. ഓക്കെ. അതിനും ഒരു വേർഡ്, അതിൻ്റെ മീനിങ് എന്താണ്? ചിലപ്പം ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയാണ്, ഇംഗ്ലീഷ് വേർഡ് വരുന്ന മലയാളത്തിൽ എഴുതുന്നു. അങ്ങനെ ആ ഡിക്ഷണറി അതേപോലെ മാത്രമല്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നെയിം എന്ന് പറയുന്ന അയാളുടെ പേര് എഴുതുകയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നെയിം എന്ന് എഴുതി, അനിൽ, ഏജ് എന്ന് എഴുതി, നമ്മൾ 27. അന്നേരം അങ്ങനെയുള്ള ആ രീതിയിലൊക്കെയുള്ളൊരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്? ഡിക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത സെറ്റാണ്. അതിനകത്ത് സെറ്റ് ടൈപ്പും ഉണ്ട്, ഫ്രോസൺ സെറ്റും ഉണ്ട്. മാത്തമാറ്റിക്സ് ഒക്കെ ഉള്ള സെറ്റ് സീരീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. സെറ്റും ഉണ്ട്, ഫ്രോസൺ സെറ്റും ഉണ്ട്. അടുത്ത ബൈനറി ആണ്. കുറച്ചുകൂടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറി ഓപ്പറേഷൻസ് ആയിട്ടുള്ള ബൈനറി ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ബൈനറി നമ്പറേഴ്സ് ആണല്ലോ ഓട്ടോമാറ്റിക് അവസാനമായിട്ട് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതിനെ നമുക്കറിയാം ബൈനറിയുടെ 8 ബൈനറികൾ, ബിറ്റുകൾ ചേർന്നാണ് ഒരു ബൈറ്റ് ഉണ്ടാവുന്നത്. അതിൻ്റെ ബൈറ്റ് അറേ ഉണ്ടാക്കുക, മെമ്മറി വ്യൂ ഉണ്ടാക്കുക, ഇതൊക്കെ കുറച്ച് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ബൈനറി ടൈപ്പ്. ഡാറ്റയ്ക്കകത്തുള്ള ബൈറ്റ്സ്, ബൈറ്റ് അറേ, മെമ്മറി വ്യൂ എന്നൊക്കെ പറയുന്ന ടൈപ്പുകൾ. ഈ സ്ക്രീനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ ഡാറ്റ ടൈപ്പുകളും അതിൻ്റെ കുറച്ച് സാമ്പിളുകളുമാണ് സൈഡിൽ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക. INT എന്താണ്? എക്സാമ്പിൾ 25. അതൊരു ഇൻറ്റിജർ നമ്പറാണ്, ഫ്രാക്ഷണൽ പാർട്ട് ഇല്ല. അടുത്ത ഫ്ലോട്ട് നോക്കുക. ഫ്ലോട്ട് 34.51 ഡെസിമൽ പാർട്ടൊക്കെ ഉണ്ട്. അടുത്ത എക്സ്പൊണന്റ് ഫോർമാറ്റ് നമ്മൾ എഴുതിയേക്കാണ് 5e3. അത് E എന്നുള്ള സ്മാൾ ലെറ്റർ എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ എഴുതാം.
അടുത്ത എക്സാമ്പിൾ നോക്കുക. കോംപ്ലക്സ് 3 + 5y. ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ മാത്തമാറ്റിക്സുമായിട്ട് വലിയ പരിചയം ഒന്നും ഇല്ലെങ്കിൽ തൽക്കാലം ആ നമ്പർ സീരീസിനെ കുറിച്ച് ഓർക്കണ്ട, അത്രേ ഉള്ളൂ. എല്ലാം നമുക്ക് എല്ലാവരും ഉപയോഗിക്കണമെന്നില്ല. ഇനി സ്ട്രിങ് കണ്ടില്ലേ? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഇപ്പം ഹലോ 2 രീതി എഴുതിയിട്ടുണ്ട്. സിംഗിൾ കോട്ടിനകത്ത് ഹലോ എന്ന് എഴുതിയിട്ടുണ്ട്, ഡബിൾ കോട്ടിനകത്തും ഹലോ നമ്മൾ പറഞ്ഞേക്കാണ്. അപ്പം ഇതിനകത്ത് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ABC-1 എന്നുള്ള വേർഡ് സിംഗിൾ കോഡിലാണ് എഴുതുന്നതെങ്കിൽ അതിനെ എങ്ങനെയായിട്ട് ട്രീറ്റ് ചെയ്യും? സ്ട്രിങ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. പക്ഷെ അവിടെ എന്താണ് ABC-1? അതിന് ABCയും ഹൈഫനും 1 എന്നുള്ള സിമ്പലും എല്ലാം എന്ത് തന്നെയാണ്? ക്യാരക്ടർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ കോമ്പിനേഷൻ നമുക്ക് എന്തെന്ന് പറയാം? ഒരു സ്ട്രിങ് എന്ന് പറയാം. കണ്ടില്ലേ? ബൂളിയൻ നോക്കുക. അടുത്തത് എന്താണ് എഴുതിയേക്കുന്നത്? ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അടുത്ത ലിസ്റ്റിന്റെ എക്സാമ്പിൾ നോക്കുക. എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്? കുറച്ച് ഫ്രൂട്ട്സിന്റെ പേരാണ് എഴുതിയേക്കുന്നത്. ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്. ഇവിടെ എന്താണ് ഉപയോഗിച്ച ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി? സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതിയേക്കുന്നത്. അന്നേരം സ്ക്വയർ ബ്രാക്കറ്റിൽ കുറച്ച് സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻസ് നമ്മൾ ആഡ് ചെയ്തേക്കണം. അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് 1 2 3 4. അന്നേരം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പൽ ആണ് എന്തെന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ്. അടുത്ത ടപ്പിൾ നോക്കുക. അവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ആപ്പിൾ, ഓറഞ്ചും ഗ്രേപ്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഓർഡിനറി ബ്രാക്കറ്റ് ആണ് എഴുതിയിട്ടുള്ളത്. അടുത്ത നോക്കുക സെറ്റ്. അവിടെ നമ്മൾ എന്താണ്? കേർലി ബേസസ് ആണ് ഉപയോഗിച്ചത്. ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്. ഈ ലിസ്റ്റിനും ടപ്പിളിനും സെറ്റിനും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് എന്താണ് ഓരോന്നിനും വ്യത്യാസങ്ങൾ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ റേഞ്ച് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 0 to 3 വരെ വരും. അവിടുത്തെ ഡിക്ഷണറി കണ്ടില്ലേ? ഡിക്റ്റ് ടൈപ്പ് നോക്കുക. ഫ്രൂട്ട് നെയിം : ആപ്പിൾ, പ്രൈസ് 160, 160 കണ്ടില്ലേ? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട്. അന്നേരം ഇങ്ങനെയുള്ള കുറച്ച് ഡേറ്റ ടൈപ്സും അതിൻ്റെ എക്സാമ്പിൾസും ആണ് നമ്മൾ ഈ സ്ക്രീനിൽ പ്രതിപാദിച്ചത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ക്രീനിലോട്ട്. ഓപ്പറേറ്റേഴ്സ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് വിവിധങ്ങളായ ടൈപ്പുള്ള ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. അതിന് ഓപ്പറേറ്ററും ഓപ്പറാൻഡൂടെ ചേർന്ന് നമ്മൾ എക്സ്പ്രഷൻസ് ഉണ്ടാവുകയും അതിന് റിസൾട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്യും. അങ്ങനെ പല ടൈപ്പുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ വൺ ബൈ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. എന്നിട്ട് വരും സ്ലൈഡുകളിൽ ഓരോന്നിനെയും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെ ഓപ്പറേറ്റേഴ്സ് ജനറലി പല പല രീതിയിൽ വേർതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് അല്ലെ മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറയാം. വളരെ സിമ്പിളാണ്. നമ്മൾ എല്ലാവർക്കും അറിയുന്ന അടിസ്ഥാനമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സിമ്പിൾ ശ്രദ്ധിക്കൂ. പ്ലസ് ഫോർ അഡീഷൻ എന്താണ്? 5 + 2. നമുക്കെല്ലാം അറിയാം. ഉത്തരം എന്ത് കിട്ടും? 7. അടുത്ത മൈനസ് സബ്സ്ട്രാക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്നു. 5 - 2 3. അടുത്ത സ്റ്റാർ ഓപ്പറേറ്റർ ആണ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. മാത്തമാറ്റിക്സിൽ നമ്മൾ ഈ എക്സ് എന്നുള്ള സിമ്പിളിന് തുല്യമായ സാധനം ഉപയോഗിക്കുന്നതിന് തുല്യമായിട്ട് ഇവിടെ എന്ത് ഓപ്പറേറ്റർ ഉപയോഗിക്കണം? സ്റ്റാർ ഓപ്പറേറ്റർ. 5 × 2 തന്നെ വായിച്ചാൽ മതി. നമ്മൾ എഴുതുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റാർ ആണ്. എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന റിസൾട്ടായ 10 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി സ്ലാഷ് ഓപ്പറേറ്റർ, ഹരിക്കുക അല്ലെ ഡിവിഷൻ നമ്മൾ കേട്ടിട്ടില്ലേ? അതിന് വേണ്ടിയാണ് സ്ലാഷ് ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ 5/2. ഉത്തരം എന്ത് കിട്ടും? 2.5. അതിന് ഹരണഫലം ആണ് കിട്ടുന്നത്. ഹരണഫലം എന്ന് പറയുന്നത് ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് 2.5 എന്ന് തന്നെ കിട്ടും. ഓക്കെ. അടുത്ത പെർസെൻറ്റേജ് സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടോ? അതിനെയാണ് നമ്മൾ മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അല്ലെ സിസ്റ്റം, അതാണ് മോഡുലസ് ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഇപ്പം 5 mod 2 എന്ന് പറഞ്ഞാൽ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സിസ്റ്റം 1 ആണ്. അതിന് റിമൈൻഡർ കിട്ടാൻ വേണ്ടിയുള്ള ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. അതിനകത്ത് ഉപയോഗിക്കുന്ന സിമ്പിൾ ആണെന്ന് പറയുന്നത് പെർസെൻറ്റേജ് സിമ്പിൾ. അടുത്ത 2 സ്റ്റാർ ചേർത്ത് എഴുതുന്നതാണ് എക്സ്പൊണൻസ് സിമ്പിൾ ആണ്. എക്സ്പൊണൻസേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 5
റേസ് ടു 2 എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ 5 സ്റ്റാർ സ്റ്റാർ 2 എന്നാണ് എഴുതുന്നത്. ഓക്കെ, 5 സ്റ്റാർ സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടും. 2 സ്റ്റാർ സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. 2 സ്റ്റാർ സ്റ്റാർ 3 എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 ഗുണം 2 8 എന്ന് കിട്ടും. ഓക്കെ, ഇനി സ്ലാഷ് ആണ്. അതെന്തിനു വേണ്ടിയാണ്? ഇൻറ്റിജർ ഡിവിഷൻ നടത്താൻ വേണ്ടിയുള്ള ഓപ്പറേറ്റർ ആണ് ഇൻറ്റിജർ ഡിവിഷൻ. നേരത്തെ നമ്മൾ കണ്ട റിയൽ ഡിവിഷൻ ആണ്. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 എന്ന് കിട്ടി. ഇവിടെ നോക്കുക, 5 ഡിവൈഡ് ബൈ 2 2 സ്ലാഷ് ഉപയോഗിച്ച് എന്ത് കിട്ടും? ഇൻറ്റിജർ പാർട്ട്, ഹരണഫലം അല്ലെങ്കിൽ കോഷ്യന്റ് മാത്രം കിട്ടും. കാരണം റിയൽ ഡിവിഷനും ഉണ്ട്, ഇൻറ്റിജർ ഡിവിഷനും ഉണ്ട്. റിയൽ ഡിവിഷന് വേണ്ടി ഒരു സിംഗിൾ സ്ലാഷ് ഉപയോഗിക്കാം. ഡബിൾ സ്ലാഷ് ഉപയോഗിച്ചാൽ എന്താണ്? നമുക്ക് ഇൻറ്റിജർ ഡിവിഷൻ കിട്ടും. അടുത്തത് അസൈൻമെന്റ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ട് കട്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ, മോർ കോമ്പിനേഷൻ ഓഫ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്താം. അവിടെ എന്താണ്? പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ശ്രദ്ധിച്ച് നോക്കാം. നമുക്ക് എയുടെ വാല്യൂ 5 ആണെന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെ എഴുതി? എ പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എയുടെ വാല്യൂവിൻ്റെ കൂടെ 2 കൂടെ കൂട്ടി എവിടെ തന്നെ സ്റ്റോർ ചെയ്യും? എ എന്ന് പറയുന്ന വേരിയബിളിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഇവിടെ ഉത്തരം നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. അതിന് ഒരു ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന പേരാണ് എ എന്ന് വിചാരിക്കും. അതിനാണ് നമ്മൾ വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. അന്നേരം ആ വേരിയബിളിലുള്ള കണ്ടന്റ് നമ്മൾ ഫെച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടെ 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂടെ കൂട്ടി കിട്ടുന്ന റിസൾട്ട് എങ്ങോട്ട് തന്നെ അസൈൻ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും? എയിലോട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്നത്. then സ്വാഭാവികമായിട്ട് മൈനസ് ഈക്വൽ ടു എന്ത് ചെയ്യും? ആ വേരിയബിളിൽ നിന്ന് കുറച്ച് കിട്ടുന്ന റിസൾട്ട് അവിടെ തന്നെ എഴുതും. അതുപോലെയാണ് സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു, പെർസെൻറ്റേജ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഒന്ന് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനാണെന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ആദ്യം തന്നെ സിമ്പിളായിട്ട് ഞാനിത് വായിച്ചു പോകാം. ലെസ് ദാൻ സിമ്പിൾ, 5 ലെസ് ദാൻ 2. 5 ലെസ് ദാൻ 2 ആണോ? അല്ല. സ്വാഭാവികമായിട്ട് ഉത്തരം എന്ത് കിട്ടും? ഇറ്റ് പ്രൊഡ്യൂസ് എ ബൂളിയൻ റിസൾട്ട്. എന്താണ് കിട്ടുന്നത്? ഫാൾസ്. ഇവിടെ ഉണ്ടാവുന്ന റിസൾട്ട് ബൂളിയൻ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, എല്ലാ റിലേഷൻ ഓപ്പറേറ്റേഴ്സിനും ഉണ്ടാവുന്ന ആൻസർ എന്തായിരിക്കും? ബൂളിയൻ ആയിരിക്കും. ഒന്നീ ട്രൂ ആയിരിക്കും, അല്ലെ ഫാൾസ് ആയിരിക്കും. അടുത്ത ഗ്രേറ്റർ ദാൻ സിമ്പിൾ, 5 ഗ്രേറ്റർ ദാൻ 2, കണ്ടീഷൻ ഈസ് ട്രൂ. അടുത്ത ലെസ് ദാൻ ഓർ ഈക്വൽ ടു, 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ? അല്ല. പക്ഷേ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് എഴുതിയെങ്കിൽ എന്ത് ഉത്തരം കിട്ടിയേനെ? ട്രൂ എന്ന് കിട്ടിയേനെ. അതുപോലെ തന്നെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഡബിൾ ഈക്വൽ ടു ആണ്. ഒന്ന് മറ്റൊന്നിന് സമമാണോ ചെക്ക് ചെയ്യുന്നത്. 2 ഈക്വൽ ടു സിമ്പിൾ ചേർത്ത് എഴുതുന്നത്. ഒരു ഈക്വൽ ടു മാത്രമായിട്ട് തന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. 2 ഈക്വൽ ടു ചേർത്തിട്ടാൽ നമുക്ക് എന്താ പറയുക? ഇക്വാലിറ്റി ഓപ്പറേറ്റർ എന്ന് പറയും. ഒന്ന് മറ്റൊന്നിന് തുല്യമാണോ? ഇവിടെ 5 ഈക്വൽ ടു 2 ഫാൾസ് ആണ്. പക്ഷേ 5 ഈക്വൽ ടു 5 എന്ന് എഴുതിയാൽ ഉത്തരം ട്രൂ ആയി. ഓക്കെ, അടുത്തത് എക്സ്ക്ലമേഷൻ ഈക്വൽ ടു. അതിനെന്താണ്? നോട്ട് ഈക്വൽ ടു എന്ന് പറയും. നോട്ട് ഈക്വൽ ടു ആണ്. 5 നോട്ട് ഈക്വൽ ടു 2. 5 നോട്ട് ഈക്വൽ ടു 2 എന്ന് ട്രൂ ആണ്. നോട്ട് ഈക്വൽ ടു തന്നെ ഉപയോഗിക്കുന്ന വേറെ സിമ്പിളാണ് ലെസ് ദാനും ഗ്രേറ്റർ ദാനും തിരിച്ചും മറിച്ചും എഴുതുന്നത്. അതായത് നോട്ട് ഈക്വൽ ടു 2 രീതിയിൽ എഴുതാം. ഒന്ന് എക്സ്ക്ലമേഷൻ ഈക്വൽ ടു എഴുതാം, ഒന്ന് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എഴുതാം. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇതിന് മുമ്പ് ഇറങ്ങിയ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ചില സിമ്പിൾസുകൾ ഇതിനകത്തോട്ട് എടുത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ പൈത്തൺ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിച്ചിരുന്നവർക്ക് ഇങ്ങോട്ട് വരുമ്പം അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയും സിമ്പിളായിട്ട് ഉപയോഗിക്കാനും പറ്റും. ചിലപ്പം ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്തായാലും ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഡബിൾ ഈക്വൽ ടു ഫോർ ഇക്വാലിറ്റി, നോട്ട് ഈക്വൽ ടു ഓർ എന്താണ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഈസ് യൂസ്ഡ് ഫോർ നോട്ട് ഈക്വൽ ടു ചെക്ക് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് വൺ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഒന്നോ ഒന്നിൽ കൂടുതൽ കണ്ടീഷനോ കമ്പൈൻ ചെയ്ത് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പം 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ പാർട്ടിൽ വരുന്നതാണ്. ഒന്ന് ആൻഡ്, അടുത്തത് ഓർ, അടുത്തത് നോട്ട്. അപ്പം ആദ്യം നമുക്ക് ആൻഡ് ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ 2 കണ്ടീഷനാണ് എഴുതിയേക്കുന്നത്. എന്താണ്? 2 ലെസ് ദാൻ 5 ആൻഡ്
8 ലെസ് ദാൻ 10. ശ്രദ്ധിക്കുക, ആദ്യം ശ്രദ്ധിക്കുക. 2 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ഓഫ് ഫാൾസോ? കണ്ടീഷൻ നമുക്കറിയാം 2 5-നേക്കാളും ചെറുതാണ്, കണ്ടീഷൻ ഈസ് ട്രൂ. ഇനി 8 ലെസ് ദാൻ 10 ആണോ? അതും ട്രൂ ആണ്. ചുരുക്കി പറഞ്ഞാൽ ആൻഡിന്റെ കൂടെ കൊടുത്തേക്കുന്ന കമ്പൈൻ ചെയ്തിട്ടുള്ള 2 റിസൾട്ടുകളും ട്രൂ ആണ്. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഉള്ള ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആവണം, രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആയാൽ എന്താവും? റിസൾട്ട് ട്രൂ ആവും. ഇനി 3 കണ്ടീഷൻ ഉണ്ടായിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആവണം, സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആവണം, തേർഡ് കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ ആൻഡിന്റെ ഫുൾ റിസൾട്ട് എന്തായി മാറുള്ളൂ? ട്രൂ ആയി മാറുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ആൻഡ് ഓപ്പറേറ്റർ കൂടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ റിസൾട്ട് എന്താവും? ഫാൾസ് ആവും. വേറെ രീതി പറയുകയാണെങ്കിൽ, ആൻഡിന്റെ കൂടെ കൊടുത്തിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും ട്രൂ ആയാൽ മാത്രമേ റിസൾട്ട് എന്താവുള്ളൂ? ട്രൂ ആയി മാറുകയുള്ളൂ. താഴത്തെ എക്സാമ്പിൾ നോക്കാം. 5 ലെസ് ദാൻ 2 ആൻഡ് 8 ലെസ് ദാൻ 10. 5 ലെസ് ദാൻ 2 എന്ന് പറഞ്ഞപ്പോഴേ കണ്ടീഷൻ ഫാൾസ് ആയി. ഇനി അടുത്ത പാർട്ട് നോക്കത്ത് പോലുമില്ല, ഉത്തരം എന്തായി മാറും? ഫാൾസ് ആയി മാറും. അങ്ങനെ കൊടുക്കപ്പെടുന്ന കണ്ടീഷൻസ് എല്ലാം ട്രൂ ആയാൽ മാത്രമേ ആൻഡ് റിസൾട്ട് ട്രൂ ആയി മാറും. ഇഫ് all the conditions specified along with the and operator is true, then only the whole result of and becomes true. അടുത്തെന്താണ്? ഓർ ആണ്. ഓർ എന്ന് പറയും. വേർഡ് മീനിങ് കൊണ്ട് മനസ്സിലാക്കുക, ഏതെങ്കിലും ഒന്ന് മതി, അത്രയുള്ള അതിൻ്റെ അർത്ഥവും. ആൻഡ് ആകുമ്പോൾ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്താണ്? ഓർ കൊടുക്കുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലും റിസൾട്ട് എന്തായി മാറും? ട്രൂ ആയി മാറും. എപ്പോഴേ ഫാൾസ് ആവുള്ളൂ? കൊടുക്കുന്ന എല്ലാ കണ്ടീഷനും വയലേറ്റ് ചെയ്താൽ മാത്രമേ റിസൾട്ട് എന്താവുള്ളൂ? ഫാൾസ് ആയി മാറുള്ളൂ. ആൻഡ് ഓറും വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വ്യക്തമാവണം. അടുത്തത് നോട്ടാണ്. ഏതെങ്കിലും ഒരു കണ്ടീഷനെ നേരെ ഓപ്പോസിറ്റ് സ്റ്റാറ്റസിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? നോട്ട് ഉപയോഗിക്കും. ഇപ്പം 2 = 5 എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഫാൾസ് ആണേ, അതിനെ ട്രൂ ആക്കി കാണിക്കണമെന്നുണ്ടെങ്കിൽ, ട്രൂ ആക്കി അവസ്ഥയാക്കി ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് നമുക്ക് കൊടുക്കാം നോട്ട്. അങ്ങനെ 2 = 5 എന്ന് പറയുന്ന ഉത്തരം ഫാൾസ് ആണ്, അതിനെ നോട്ട് ചെയ്യുമ്പോൾ എന്താവും? ട്രൂ ആവും. അതിന് ചുരുക്കി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നോട്ട് ഓഫ് ട്രൂ, ട്രൂവിനെ നോട്ട് ചെയ്താൽ എന്താവും? ഫാൾസ് ആവും. നോട്ട് ഓഫ് ഫാൾസ്, ഫാൾസിനെ നോട്ട് ചെയ്താൽ എന്താവും? ട്രൂ ആവും. ആൻഡ് ഓർ ഉപയോഗിക്കുന്ന ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസെ കമ്പൈൻ ചെയ്ത് എന്തെങ്കിലും റിസൾട്ട് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയാണ്. ഒരെണ്ണത്തിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോട്ട് ഉപയോഗിക്കുന്നത്. ഇത് 3 എണ്ണമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അടുത്തത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ബൈനറി നമ്പർ സിസ്റ്റം, അതിൻ്റെ അഡീഷൻസ്, സബ്സ്ട്രാക്ഷൻ, 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അറിയാവുന്നവർ മാത്രം ഈ സ്ക്രീനിൽ ഇപ്പം ബോധർ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് 2 ആൻഡ് 3 ഉത്തരം എന്താണ് കിട്ടുന്നത്? ബൈനറി 2ന്റെ ബൈനറിയാണ് 1 0, 3യുടെ ബൈനറിയാണ് 1 1. ഇത് രണ്ടും കൂടെ ആൻഡ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് എന്ത് കിട്ടും? 1 0 എന്നായിരിക്കും കിട്ടുന്നത്. ഡെസിമൽ വാല്യൂ 2 ആയിരിക്കും. അടുത്ത ഓർ ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർ, നോട്ട് ഓപ്പറേറ്ററൊക്കെ നോക്കിയിട്ടുള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് പഠിച്ചിട്ടില്ലാത്ത തൽക്കാലം സ്കിപ്പ് ചെയ്തോളുക. 2 or 3, 2 അന്നേരം 1 0യെ 1 1 ഓർ ചെയ്താൽ നമുക്ക് 1 1 എന്നാണ് കിട്ടുന്നത്. ഉത്തരം 3. അടുത്ത കോംപ്ലിമെൻറ്റ് 2 കോംപ്ലിമെൻറ്റ് 3 0. അടുത്ത നോട്ട് 2 and 3യെ നമ്മൾ നോട്ട് ചെയ്യുന്നു, അന്നേരം അതിനെയാണ് 1 എന്ന് കിട്ടും. അടുത്ത ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും. ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ എയുടെ വാല്യൂ 1 0 1 0, അതാണ് ബൈനറി വാല്യൂ. അതിനെ ഒരു ബിറ്റ് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് എന്താ എടുക്കും? അതിൻ്റെ വാല്യൂ ഇരട്ടിക്കും. ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ തൽക്കാലം വേണേൽ ഇത്രയും വേണേൽ പഠിച്ചു വെച്ചോളൂ, ഡീറ്റെയിൽസോട്ട് പോയില്ലെങ്കിലും. അതിനെ ഒരു പ്രാവശ്യം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ വാല്യൂ എന്ത് ചെയ്യും? ഇരട്ടിക്കും. ഒരു പ്രാവശ്യം റൈറ്റ് ഷിഫ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും? വാല്യൂ ഹാഫായി കുറയും. അത് ആദ്യം ഇത് മനസ്സിലാക്കണേ. ആദ്യം ബൈനറി നമ്പർ സിസ്റ്റവും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സ്കോപ്പിൽ നിന്നുകൊണ്ട് ആ ഡീറ്റെയിൽസോട്ട് പോകാൻ നിർവാഹമില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇൻ്റർനെറ്റിലാണ് കയറി ആവശ്യമുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. ആദ്യം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് അല്ലെ മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറയാം. വളരെ സിമ്പിളാണ്, നമ്മളെല്ലാവർക്കും അറിയുന്ന അടിസ്ഥാനമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സിമ്പിൾ ശ്രദ്ധിക്കൂ. പ്ലസ് ഫോർ അഡീഷൻ എന്താണ്? 5 + 2. നമുക്കെല്ലാം അറിയാം, ഉത്തരം എന്ത് കിട്ടും? 7. അടുത്ത മൈനസ് സബ്സ്ട്രാക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്നു. 5 - 2 3.
അടുത്ത സ്റ്റാർ ഓപ്പറേറ്റർ ആണ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. മാത്തമാറ്റിക്സിൽ നമ്മൾ ഈ എക്സ് എന്നുള്ള സിമ്പിളിന് തുല്യമായ സാധനം ഉപയോഗിക്കുന്നതിന് തുല്യമായിട്ട് ഇവിടെ എന്തോ ഓപ്പറേറ്റർ ഉപയോഗിക്കണം? സ്റ്റാർ ഓപ്പറേറ്റർ. 5 into 2 തന്നെ വായിച്ചാൽ മതി. നമ്മൾ എഴുതുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റാർ ആണ്. എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷനും ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന റിസൾട്ടായ 10 നമുക്ക് കിട്ടുന്നത്. ഇനി സ്ലാഷ് ഓപ്പറേറ്റർ, ഹരിക്കുക അല്ലെ ഡിവിഷൻ നമ്മൾ കേട്ടിട്ടില്ലേ, അതിന് വേണ്ടിയാണ് സ്ലാഷ് ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ, അതിനാണ് 5/2. ഉത്തരം എന്ത് കിട്ടും? 2.5. അതിന് ഹരണഫലം ആണ് കിട്ടുന്നത്. ഹരണഫലം എന്ന് പറയുന്നത് ഇവിടെ ഫ്രാക്ഷണൽ. അടുത്താണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. ഒരു ഗ്രൂപ്പിന്റെ പാർട്ടായിട്ട് ഇത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി, ഉൾക്കൊണ്ടിട്ടുണ്ടോ ഉൾപ്പെട്ടിട്ടില്ലേ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി, ഇപ്പം നമ്മൾ ലിസ്റ്റ്, ടപ്പിൾ എന്നൊക്കെ പറഞ്ഞ് പല പല സാധനങ്ങളൊക്കെ പഠിച്ചല്ലോ ഡാറ്റ ടൈപ്പിനകത്ത്. അതിനകത്തൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഇൻ. റിട്ടേൺസ് ട്രൂ ഇഫ് എ സീക്വൻസ് വിത്ത് ദ സ്പെസിഫൈഡ് വാല്യൂ ഈസ് പ്രസന്റ് ഇൻ ദ ഒബ്ജക്ട്. ഒരു ഗ്രൂപ്പിനകത്ത് ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി എക്സ് ഇൻ വൈ, എക്സ് എന്ന് പറഞ്ഞ സാധനം വൈ എന്ന് പറഞ്ഞ ഒബ്ജക്ട് സെറ്റ് ഗ്രൂപ്പിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ ഉപയോഗിക്കും. ആ വേർഡ് മീനിങ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ നോട്ട് ഇൻ, നേരെ തിരിച്ച്. അന്നേരം ഉണ്ടെങ്കിൽ ഇൻ ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ ചെയ്യും. നോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഇല്ലെങ്കിലായിരിക്കും ട്രൂ റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രോഗ്രാം എഴുതാൻ ലോജിക്കലി നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഇന്നും ഉണ്ട്, നോട്ട് ഇന്നും ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് നേരത്തെ പഠിച്ച ഈസ്, നോട്ട് ഈസും ഉണ്ട്. അതിനെ ഐഡന്റിറ്റി ഓപ്പറേറ്റർ എന്നും ഇവിടെ നിന്ന് പറയും, ഇതിനെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്നും പറയും. ഓക്കെ, ഈ വീഡിയോ സീരീസ്, ഈ സെഷൻ ഇവിടെ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഈ യൂട്യൂബിൻ്റെ താഴെ കമൻ്റ് ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുക. ഞാൻ നോക്കിയതിന് ശേഷം പലരും അയച്ചിട്ടുള്ള കമൻസ് എല്ലാം നോക്കി ഇതിനകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒരു സെഷൻ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അടുത്ത പുതിയ ടോപ്പിക്കുകളുമായിട്ട് വരും സെഷനുകളിൽ നമുക്ക് കാണാം.